2017 ആയപ്പോഴേക്കും മാർവൽ സ്റ്റുഡിയോസ് ഹോളിവുഡിൽ അജയ്യരായി മാറിക്കഴിഞ്ഞിരുന്നു. കെവിൻ ഫൈജി എന്ന ബിസിനസ് തലച്ചോറ് ഇതിനോടകം തന്നെ സിനിമാ ലോകം കീഴടക്കി. എന്നാൽ അവിടെയാണ് ഏറ്റവും വലിയ പ്രശ്നം ഒളിഞ്ഞിരിക്കുന്നത്. ബിസിനസ്സിൽ ഒരു ചൊല്ലുണ്ട്, ഒരു സാധനം കേടായില്ലെങ്കിൽ അത് നന്നാക്കാൻ നിൽക്കരുത് എന്ന്. അന്ന് മാർവൽ കേടായിട്ടൊന്നുമില്ലായിരുന്നു. അവരുടെ യന്ത്രം നന്നായി ഓടുന്നുണ്ടായിരുന്നു. പണം വരുന്നു, പടങ്ങൾ ഹിറ്റാകുന്നു, പ്രേക്ഷകർ ആ ഫോർമുലയെ വിശ്വസിക്കുന്നു. എന്നാൽ കെവിൻ ഫൈജിക്ക് അറിയാം, ഈ സുരക്ഷിതത്വ ബോധമാണ് ഒരു കമ്പനിയുടെ ഏറ്റവും വലിയ ശത്രു. DC-യോ നിരൂപകരോ ഒന്നും ആയിരുന്നില്ല മാർവലിൻ്റെ ഭീഷണി, മറിച്ച് സ്വന്തം വിജയത്തിൽ ആവർത്തന വിരസത ഉണ്ടാകുന്നു എന്നുള്ളതാണ്. താനോസ് എന്ന വില്ലൻ വരുമ്പോൾ അയാൾ അനിവാര്യമായൊരു വിധിയാണെന്ന് പ്രേക്ഷകർക്ക് തോന്നണമെങ്കിൽ മാർവൽ ആദ്യം സ്വന്തം നിയമങ്ങളെ തകർത്തെറിയണം. ഈ എപ്പിസോഡ് ഹീറോകളെ കുറിച്ചല്ല, മറിച്ച് താനോസ് വിരലിഞ്ഞൊടിക്കുന്നതിന് തൊട്ടു മുൻപേ മാർവൽ എങ്ങനെയാണ് സ്വയം നശിച്ചു തുടങ്ങിയത് എന്നതിനെക്കുറിച്ചാണ്. ആദ്യത്തെ പടിയായി മാർവൽ ഗാർഡിയൻസ് ഓഫ് ദ ഗാലക്സിയുടെ 2ാം ഭാഗത്തെ സമീപിച്ചത് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ്. സാധാരണ ഒരു സിനിമ വിജയിച്ചാൽ അതിൻ്റെ 2ാം ഭാഗം വരുമ്പോൾ എല്ലാം വലുതാക്കുകയാണ് പതിവ്. വലിയ വില്ലൻ, വലിയ സ്ഫോടനങ്ങൾ, വലിയ യുദ്ധങ്ങൾ, അതാണ് സീക്വലുകളുടെ ഒരു ബിസിനസ് തന്ത്രം. എന്നാൽ മാർവൽ ചെയ്തത് നേരെ തിരിച്ചാണ്. അവർ കഥയുടെ വലിപ്പം ഒന്ന് കുറച്ചു, പക്ഷേ ഇമോഷൻസിൻ്റെ വലിപ്പം കൂട്ടി. ഈ സിനിമ ഗാലക്സിയെ രക്ഷിക്കുന്നതിനെ കുറിച്ചായിരുന്നില്ല, മറിച്ച് ഉപേക്ഷിക്കപ്പെട്ട കുട്ടികളെക്കുറിച്ചായിരുന്നു, മോശം അച്ഛന്മാരെക്കുറിച്ചായിരുന്നു. താനോസ് വരുമ്പോൾ അയാളുടെ ഏറ്റവും വലിയ പ്രത്യേകതയായി നമ്മൾ കാണുന്നത് അയാൾ ഗമോറയുടെ അച്ഛനാണ് എന്നുള്ളതാണ്. ആ ഒരു അച്ഛൻ മകൾ ബന്ധത്തിൻ്റെ ആഴം പ്രേക്ഷകർക്ക് ഉൾക്കൊള്ളാൻ കഴിയണമെങ്കിൽ അതിനു മുൻപ് അച്ഛൻ എന്ന സങ്കല്പത്തെ മാർവൽ പൊളിച്ചെഴുതണം. ഈഗോ എന്ന ലിവിങ് പ്ലാനറ്റ് പീറ്റർ ക്വില്ലിൻ്റെ അച്ഛനായി വരുന്നുണ്ട്. എന്നാൽ ക്ലൈമാക്സിൽ നമ്മൾ കാണുന്നത് ലേസർ യുദ്ധമല്ല, യോണ്ടുവിൻ്റെ ത്യാഗമാണ്. മാർവൽ ഇവിടെ വലിയൊരു ബിസിനസ് പാഠം ഹോളിവുഡിന് നൽകി. പ്രേക്ഷകർ കൈയടിക്കുന്നതിനേക്കാൾ ഉറക്കെ കരയുമെന്നും ആ വൈകാരികമായിട്ടുള്ള അടിത്തറയാണ് വരാനിരിക്കുന്ന വലിയ യുദ്ധത്തിന് വേണ്ടതെന്നും അവർ തെളിയിച്ചു. അടുത്തതായി അവർ ചെയ്തത് സ്പൈഡർമാൻ ഹോം കമ്മിങ്ങിലൂടെ പ്രപഞ്ചത്തെ മണ്ണിലിറക്കി നിർത്തുക എന്നുള്ളതാണ്. എന്നാൽ സ്ക്രീനിൽ കണ്ടതിനേക്കാൾ വലിയൊരു അത്ഭുതം നടന്നത് സ്ക്രീനിന് പിന്നിലെ ബിസിനസ് ഡീലിലാണ്. സോണിയും മാർവലും തമ്മിലുള്ള ഈ കരാർ ബിസിനസ് ലോകത്ത് അസാധ്യമായ ഒന്നായിരുന്നു. ഇതിനെ B2B കേസ് സ്റ്റഡി ആയി തന്നെ കാണണം. നമ്മൾ അതിനെക്കുറിച്ച് സ്പൈഡർമാനെ കുറിച്ചുള്ള ഒരു സ്റ്റാൻഡ് അലോൺ കേസ് സ്റ്റഡിയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. സോണിക്ക് സ്വന്തമായിരുന്ന സ്പൈഡർമാൻ്റെ അവകാശം മാർവലിന് ഉപയോഗിക്കാനായിട്ട് കൊടുത്തു. ഈ സിനിമയുടെ നിർമ്മാണ ചെലവ് വഹിച്ചതും ബോക്സ് ഓഫീസ് ലാഭം മുഴുവൻ എടുത്തതും സോണിയാണ്. മാർവൽ സ്റ്റുഡിയോസ് ഈ സിനിമ സൗജന്യമായി നിർമ്മിച്ച് നൽകി എന്ന് പറയാം. വെറും 5% പ്രൊഡ്യൂസർ ഫീസാണ് അവർക്ക് കിട്ടിയത്. എന്തിനു വേണ്ടി മാർവൽ ഇത് ചെയ്തു? അവിടെയാണ് കെവിൻ ഫൈജിയുടെയും ഡിസ്നിയുടെയും ബുദ്ധി. അവർക്ക് വേണ്ടത് ടിക്കറ്റ് പണമായിരുന്നില്ല, അവർക്ക് വേണ്ടത് മെർച്ചൻഡൈസ് റൈറ്റ്സ് അഥവാ കളിപ്പാട്ടങ്ങളും വസ്ത്രങ്ങളും വിൽക്കാനുള്ള അവകാശമാണ്. സ്പൈഡർമാൻ എന്ന കഥാപാത്രത്തിൻ്റെ കളിപ്പാട്ട വിപണി പൂർണ്ണമായും ഡിസ്നിയുടെ കൈകളിലായിരുന്നു. സിനിമ ഹിറ്റായാൽ കോടിക്കണക്കിന് രൂപയുടെ കളിപ്പാട്ടങ്ങൾ വിൽക്കാൻ കഴിയുമെന്ന് അവർക്ക് നന്നായിട്ടറിയാം. അതിനെയാണ് ലോസ് ലീഡർ സ്ട്രാറ്റജി എന്ന് വിളിക്കുന്നത്. സേവനം നഷ്ടത്തിൽ നൽകുക, പക്ഷേ ഉൽപ്പന്നം വിറ്റ് ലാഭം ഉണ്ടാക്കുക. സിനിമയ്ക്കുള്ളിലും അവർ വലിയ മാറ്റം കൊണ്ടുവന്നു. 2017 ആയപ്പോഴേക്കും ഒറിജിൻ സ്റ്റോറികൾ കണ്ട് പ്രേക്ഷകർ മടുത്തിരുന്നു. അതുകൊണ്ട് ചിലന്തി കടിക്കുന്നതും അങ്കിൾ ബെൻ മരിക്കുന്നതും ഒക്കെ മാർവൽ ഒഴിവാക്കി. പക്ഷേ അവർ ചെയ്ത യഥാർത്ഥ റിസ്ക് സ്റ്റേക്സ് കുറച്ചു എന്നുള്ളതാണ്. ലോകം അവസാനിക്കാൻ പോവുകയോ ആകാശത്ത് നിന്ന് ഏലിയൻസിൻ്റെ ഭീമോ ഒന്നും വരുന്നില്ല. പീറ്റർ പാർക്കറുടെ ഏറ്റവും വലിയ പ്രശ്നം ഹോം കമ്മിങ് ഡാൻസിന് പോവുക എന്നുള്ളതായിരുന്നു. മൈക്കൽ കീറ്റൺ അവതരിപ്പിച്ച വൾച്ചർ എന്ന വില്ലൻ ടോണി സ്റ്റാർക്കിൻ്റെ കോർപ്പറേറ്റ് ലോകത്തോട് പകയുള്ള ഒരു സാധാരണ തൊഴിലാളിയായിരുന്നു. താനോസ് വരുമ്പോൾ ഈ പ്രപഞ്ചത്തിലെ സാധാരണ മനുഷ്യരുടെ ജീവന് വിലയുണ്ട് എന്ന് പ്രേക്ഷകർക്ക് തോന്നണമെങ്കിൽ ദൈവങ്ങളുടെ യുദ്ധത്തിനിടയിൽ സാധാരണക്കാരുടെ കഥ കൂടി പറയണം എന്ന് MCUവിന് അറിയാം. സ്പൈഡർമാൻ നഷ്ടങ്ങളെ വ്യക്തിപരമാക്കി മാറ്റി. എന്നാൽ താനോസിൻ്റെ വരവിനെ സഹായിച്ച ഏറ്റവും വലിയ തന്ത്രപരമായ നീക്കം തോർ റാഗ്നറോക്കാണ്. തോർ അതുവരെ മാർവലിൻ്റെ ഒരു തലവേദനയായിരുന്നു. ശക്തനാണ്, പക്ഷെ ബോറനാണ്. മാർവലാണെങ്കിൽ തോറിനെ നന്നാക്കിയെടുക്കാൻ ശ്രമിച്ചില്ല. പകരം തായിക വൈറ്റിറ്റി എന്ന സംവിധായകനെ കൊണ്ട് തോറിനെ അങ്ങ് ഉടച്ചു വാർത്തു. ഇവിടെയാണ് ഇമിഗ്രൻ്റ് സോങ് ഗാമ്പിൾ എന്ന് പറയുന്ന പരീക്ഷണം നടക്കുന്നത്. തായിക വൈറ്റിറ്റി മാർവലിന് മുന്നിൽ തൻ്റെ ആശയം അവതരിപ്പിക്കുമ്പോൾ ലെഡ് സെപ്പലിൻ എന്ന ബാൻഡിൻ്റെ ഇമിഗ്രൻ്റ് സോങ് എന്ന പാട്ട് വെച്ചുകൊണ്ടൊരു വ്യാജ ട്രെയിലർ ഉണ്ടാക്കി കാണിച്ചു. ആ പാട്ടിലെ എനർജിയാണ് പുതിയ തോറെന്ന് കെവിൻ ഫൈജി തിരിച്ചറിഞ്ഞു. ആ ഒരൊറ്റ പാട്ടിൻ്റെ അവകാശം വാങ്ങാൻ മാത്രം അവർ ദശലക്ഷക്കണക്കിന് ഡോളർ ചെലവാക്കി. അതൊരു പശ്ചാത്തല സംഗീതമല്ല, അതായിരുന്നു ആ സിനിമയുടെ ടോൺ.
മാത്രമല്ല ഈ സിനിമയുടെ 80% സംഭാഷണങ്ങളും സെറ്റിൽ വെച്ച് അപ്പോൾ ഉണ്ടാക്കിയതാണെന്ന് പറയുന്നുണ്ട്. സ്ക്രിപ്റ്റില്ലാത്ത കാര്യങ്ങൾ ക്യാമറയ്ക്ക് മുന്നിൽ വെച്ച് അഭിനേതാക്കൾ സ്വയം കണ്ടെത്തുകയായിരുന്നു. ഹോളിവുഡിലെ സ്റ്റുഡിയോ എക്സിക്യൂട്ടീവുകളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പേടി സ്വപ്നമാണ്. എഴുതി വെക്കാത്തൊരു സിനിമയെ നിയന്ത്രിക്കാൻ കഴിയില്ല. പക്ഷേ കെവിൻ ഫൈജി ആ ഒരു അരാജകത്വത്തിൽ വിശ്വസിച്ചു എന്ന് പറയാം. ട്രെയിലറിൽ തന്നെ തോറിൻ്റെ ഐക്കോണിക് ചുറ്റിക തകർത്തെറിയുന്നത് വെറുമൊരു മാർക്കറ്റിംഗ് തന്ത്രമായിരുന്നില്ല, അതൊരു ചിഹ്നമാണ്. പഴയ തോർ മരിച്ചു. താനോസിന് പ്രപഞ്ചം കീഴടക്കണമെങ്കിൽ ആദ്യം ഇല്ലാതാകേണ്ടത് അസ്ഗാർഡ് എന്ന് പറയുന്ന കാവൽപുരയാണ്. ഓഡിൻ മരിക്കണം, അസ്ഗാർഡ് നശിക്കണം. അസ്ഗാർഡ് ഇല്ലാതായത് നേരിട്ട് നമുക്ക് താനോസിൻ്റെ കാര്യവുമായിട്ട് ബന്ധപ്പെടുത്താൻ പറ്റില്ലെങ്കിലും ചെയ്തു വരുമ്പോൾ ഇതെല്ലാം ഒരു തന്ത്രമായിട്ട് തോന്നും. അസ്ഗാർഡ് ഇല്ലാതായതോടെ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ സൈന്യം ഇല്ലാതായല്ലോ. സോ മാർവൽ തങ്ങളുടെ തന്നെ സുരക്ഷാ വലയത്തെ മുറിച്ചു മാറ്റിയെന്ന് പറയാം. അവർ താനോസിനെ ശക്തിപ്പെടുത്തുകയായിരുന്നില്ല, മറിച്ച് താനോസിനെ തടയാൻ കഴിവുള്ള പ്രപഞ്ചത്തെ ദുർബലപ്പെടുത്തുകയായിരുന്നു എന്ന് വ്യാഖ്യാനിക്കാം. അതുപോലെ തന്നെ ബ്ലാക്ക് പാന്തറിലൂടെ ഹോളിവുഡിൻ്റെ തെറ്റായ ധാരണകളെയും സാമ്പത്തികമായിട്ടുള്ള മോഡൽസിനെയും മാർവൽ തിരുത്തി. ഫെബ്രുവരി മിത്ത് എന്ന് പറയുന്നൊരു കാര്യമുണ്ട് ഹോളിവുഡിൽ. സാധാരണ ഫെബ്രുവരി മാസം മോശം സിനിമകൾ റിലീസ് ചെയ്യുന്ന സമയമായിട്ടാണ് കണക്കാക്കാറുള്ളത്. ഡംബ് മന്ത് എന്നവരതിനെ വിളിക്കും. എന്നാൽ മാർവൽ ബ്ലാക്ക് പാന്തർ ഫെബ്രുവരിയിൽ റിലീസ് ചെയ്തുകൊണ്ട് ഒരു കാര്യം തെളിയിച്ചു: നല്ല സിനിമയ്ക്ക് സീസൺ ബാധകമല്ല. അതിനേക്കാൾ വലിയൊരു ബിസിനസ് നുണയും അവർ പൊളിച്ചെടുക്കിയിരുന്നു. കറുത്ത വർഗ്ഗക്കാർ നായകന്മാരാകുന്ന സിനിമകൾ ചൈനയിലോ യൂറോപ്പിലോ ഓടില്ല എന്നുള്ളതായിരുന്നു ആഗോള വിപണിയിലെ ധാരണ. എന്നാൽ $1.3 ബില്യൺ വാരിക്കൂട്ടി മാർവൽ ആ കണക്കുകൾ മാറ്റി എഴുതി. കിൽമോങ്കർ എന്ന വില്ലൻ മുന്നോട്ട് വെച്ച മുറിവേറ്റ രാഷ്ട്രീയം പ്രേക്ഷകരെ ചിന്തിപ്പിച്ചു. ഏറ്റവും പ്രധാനമായി ഇൻഫിനിറ്റി വാറിൻ്റെ ക്ലൈമാക്സ് നടക്കാൻ പോകുന്നത് ന്യൂയോർക്കിലോ ബഹിരാകാശത്തോ അല്ല, മറിച്ച് ആഫ്രിക്കയ്ക്കകത്തുള്ള രഹസ്യ നഗരമായിട്ടുള്ള വക്കാണ്ടയിലാണെന്ന് അവർ തീരുമാനിച്ചു. വൈവിധ്യം എന്ന് പറയുന്നത് വെറുമൊരു വാക്കല്ല, അതൊരു ബിസിനസ് സാധ്യതയാണ് എന്ന് മാർവൽ ലോകത്തിന് കാണിച്ചു കൊടുത്തു. ഇതെല്ലാം ചെന്ന് ചേരുന്നത് അവഞ്ചേഴ്സ് ഇൻഫിനിറ്റി വാർ എന്ന മഹാദുരന്തത്തിലേക്കാണ്. ഇതൊരു സൂപ്പർ ഹീറോ സിനിമയായിരുന്നില്ല, ഇതൊരു ട്രാജഡിയാണ്. നായകന്മാർ ജയിക്കുമെന്ന ഹോളിവുഡിലെ എഴുതപ്പെടാത്ത നിയമത്തെ മാർവൽ മായ്ച്ചു. ഈ സിനിമയിലെ നായകൻ താനോസാണ്. ആദ്യ ഫ്രെയിം മുതൽ അവസാനം വരെ സിനിമ സഞ്ചരിക്കുന്നത് താനോസിൻ്റെ യുക്തിയിലൂടെയാണ്. ഇൻഫിനിറ്റി വാർ എന്ന് പറയുന്ന സിനിമയുടെ നിർമ്മാണം $1 ബില്യൺ പോക്കർ ഗെയിം പോലെയാണ്. ഇൻഫിനിറ്റി വാറും അതിൻ്റെ രണ്ടാം ഭാഗമായ എൻഡ് ഗെയിമും അവർ ഒന്നിച്ചാണ് ഷൂട്ട് ചെയ്തത്. ഏകദേശം $1 ബില്യൺ ഇതിൻ്റെ ആകെ നിർമ്മാണ ചെലവ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇൻഫിനിറ്റി വാർ എന്ന് പറയുന്ന സിനിമയിലെ വില്ലൻ ജയിക്കുന്നത് കണ്ട് പ്രേക്ഷകർക്ക് ദേഷ്യം വരികയോ സിനിമ പരാജയപ്പെടുകയോ ചെയ്തിരുന്നെങ്കിൽ $500 മില്യൺ മുടക്കിയ അതിൻ്റെ രണ്ടാം ഭാഗം കാണാൻ ആരും ഉണ്ടാകില്ലായിരുന്നു. സിനിമയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ സാമ്പത്തികമായിട്ടുള്ള വെല്ലുവിളിയാകുമായിരുന്നു അത്. ഈ രഹസ്യം സൂക്ഷിക്കാൻ അവർ ഫേക്ക് സ്ക്രിപ്റ്റുകൾ അഥവാ വ്യാജ തിരക്കഥകൾ ഉപയോഗിക്കാൻ തുടങ്ങി. ടോം ഹോളണ്ടിനെ പോലെയുള്ള വായടയ്ക്കാൻ അറിയാത്ത നടന്മാർക്ക് അവർ അഭിനയിക്കുന്ന സീൻ എന്താണെന്ന് പോലും പറഞ്ഞു കൊടുത്തില്ല. ഈ സിനിമയുടെ വിജയം സ്ക്രീനിൽ മാത്രമല്ല, അതിൻ്റെ മാർക്കറ്റിങ്ങിലുമുണ്ട്. ഇവിടെ മാർവൽ ചെയ്തത് സൈലൻസ് ആസ് എ പ്രോഡക്റ്റ് അഥവാ നിശബ്ദതയെ വിൽക്കുക എന്ന് പറയുന്ന തന്ത്രമാണ്. സാധാരണ സ്റ്റുഡിയോകൾ സിനിമ ഇറങ്ങുന്നതിന് മുൻപ് ക്ലിപ്പുകൾ കൊണ്ട് സോഷ്യൽ മീഡിയ നിറയ്ക്കും. എന്നാൽ ഇൻഫിനിറ്റി വാറിന് വേണ്ടി അവർ താനോസ് ഡിമാൻഡ്സ് യുവർ സൈലൻസ് എന്ന ഹാഷ്ടാഗ് ക്യാമ്പയിൻ തുടങ്ങി. ഇത് പ്രേക്ഷകരിൽ ഒരു ഭയം ഉണ്ടാക്കി. ആദ്യത്തെ ആഴ്ച തന്നെ സിനിമ കണ്ടില്ലെങ്കിൽ മറ്റുള്ളവർ കഥ പറഞ്ഞു തരും എന്ന ഭയം അഥവാ ഫോമോ, ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട്, അവർ ആയുധമാക്കി. അതുപോലെ ട്രെയിലറുകളിൽ തന്നെ അവർ ഡിജിറ്റൽ VFX ഉപയോഗിച്ച് കള്ളങ്ങൾ കാണിച്ചു. അവസാന യുദ്ധത്തിൽ താനോസിൻ്റെ കയ്യിൽ 5 കല്ലുകൾ ഉണ്ടായിരുന്നപ്പോൾ ട്രെയിലറിൽ അവർ വെറും 2 കല്ലുകൾ മാത്രമാണ് കാണിച്ചത്. കഥയുടെ ഗതി പ്രേക്ഷകർക്ക് ഊഹിക്കാൻ പോലും കഴിയരുത് എന്ന നിർബന്ധം അവർക്കുണ്ടായിരുന്നു. ഇതിനിടയിൽ രസകരമായിട്ടുള്ളൊരു സംഭവം കൂടി നടന്നു. മാർക്ക് റഫല്ലോയുടെ അബദ്ധമാണത്. തോർ റാഗ്നറോക്കിൻ്റെ പ്രീമിയർ ഷോ നടക്കുന്ന സമയത്ത് മാർക്ക് റഫല്ലോ ഫേസ്ബുക്ക് ലൈവ് ഓഫാക്കാൻ മറന്നുപോയി. അല്ലെങ്കിൽ ചിലപ്പോൾ അത് മാർക്കറ്റിംഗ് ആയിരിക്കാം. പക്ഷേ സിനിമയുടെ ആദ്യത്തെ 10 മിനിറ്റ് ഓഡിയോ മുഴുവൻ ലോകം കേട്ടു. സാധാരണഗതിയിൽ ഏതൊരു സ്റ്റുഡിയോയും ആ നടനെ പുറത്താക്കും. പക്ഷേ എന്തോ മാർവൽ അത് ചെയ്തില്ല. അവർക്ക് മനസ്സിലായി കാണും, അല്ലെങ്കിൽ അവർ ഉണ്ടാക്കിയെടുത്ത് കാണും ഈ ഒരു അബദ്ധം ആരാധകരിൽ വലിയ ആവേശമുണ്ടാക്കുമെന്ന്. ടോം ഹോളണ്ടും മാർക്ക് റഫല്ലോയും രഹസ്യം സൂക്ഷിക്കാൻ കഴിയാത്തവരാണ് എന്നൊരു കഥ അവർ നന്നായി മാർക്കറ്റിങ്ങിന് വേണ്ടി ഉപയോഗിച്ചു. ആരാധകർക്ക് അവരോട് കൂടുതൽ സ്നേഹം തോന്നാനും സിനിമയെക്കുറിച്ചുള്ള ചർച്ചകൾ സജീവമായി നിലനിർത്താനും ഇത്തരം അബദ്ധങ്ങൾ സഹായിച്ചു. ഇൻഫിനിറ്റി വാറിൻ്റെ മറ്റൊരു പ്രത്യേകത സ്ട്രേഞ്ച് ആൽക്കമി അഥവാ വിചിത്രമായ രസതന്ത്രം എന്ന കാസ്റ്റിംഗ് രീതിയാണ്.
18 സിനിമകളിലായി പരന്നു കിടക്കുന്ന ഡസൻ കണക്കിന് കഥാപാത്രങ്ങളെ ഒറ്റ സിനിമയിൽ കൊണ്ടുവരിക എന്നുള്ളത് ലോജിസ്റ്റിക്കലി ഇമ്പോസിബിളാണ്. അതുകൊണ്ട് അവർ ഇതുവരെ കാണാത്ത കോമ്പിനേഷനുകൾ ഉണ്ടാക്കി. തോറും റോക്കറ്റും ഗ്രൂട്ടും ചേർന്നപ്പോൾ ഗൗരവക്കാരനായ ദൈവവും ബഹിരാകാശത്തെ ക്രിമിനലുകളും ഒന്നിച്ചു. തോറിൻ്റെ നഷ്ടബോധം മനസ്സിലാക്കാൻ ഏറ്റവും അനുയോജ്യനായ ആൾ റോക്കറ്റായിരുന്നു. അതാണ് ഇതിലെ ബ്രില്യൻസ്. ടോണി സ്റ്റാർക്കും ഡോക്ടർ സ്ട്രേഞ്ചും 2 അഹങ്കാരികളാണ്. ശാസ്ത്രവും മാജിക്കും തമ്മിലുള്ള അവരുടെ ഈഗോ ക്ലാഷ് പ്രേക്ഷകർക്ക് വിരുന്നായി. ഈ സിനിമയിലെ ആക്ഷൻ രംഗങ്ങൾ പോലും കഥ പറയുന്ന രീതിയായിരുന്നു. ടൈറ്റനിലെ യുദ്ധത്തിൽ താനോസിനെ തോൽപ്പിക്കാൻ അവർക്ക് ശക്തി പോരാ. അതുകൊണ്ട് അവരൊരു തന്ത്രം ഉപയോഗിച്ചു. ആ പ്ലാൻ പാളാൻ കാരണം സ്റ്റാർലോഡിൻ്റെ ഇമോഷനാണ്. ഗമോറ മരിച്ചു എന്നറിയുമ്പോൾ നിയന്ത്രണം വിടുന്ന സ്റ്റാർലോഡ്. പല ആരാധകരും അയാളെ കുറ്റപ്പെടുത്തി. മനുഷ്യ സഹജമായ ആ തെറ്റാണ് ആ കഥാപാത്രത്തെ യാഥാർത്ഥ്യത്തോട് ചേർത്ത് നിർത്തുന്നത്. അവസാനം വക്കാണ്ടയിലെ യുദ്ധത്തിൽ ക്യാപ്റ്റൻ അമേരിക്കയുടെ നേതൃത്വത്തിൽ നടക്കുന്ന അവസാനത്തെ ഡിഫൻസ്. താനോസ് വരുന്നു എന്ന് ബ്രൂസ് ബാനർ പറയുമ്പോൾ ഉണ്ടാകുന്ന ആ ഭയം സിനിമയിലുടനീളം നിലനിർത്താൻ അവർക്ക് കഴിഞ്ഞു. തോറാണെങ്കിൽ ബ്രിങ് മീ താനോസ് എന്ന് അലറിക്കൊണ്ട് സ്റ്റോം ബ്രേക്കറുമായിട്ട് വന്നിറങ്ങുന്ന നിമിഷം തിയേറ്ററുകൾ ഇടിഞ്ഞു പൊളിയുന്ന ശബ്ദമായിരുന്നു. ഹീറോ ജയിക്കാൻ പോകുന്നു എന്ന തോന്നൽ പ്രേക്ഷകരിൽ ഉണ്ടാക്കിയെടുക്കാൻ ആ ഒരൊറ്റ സീൻ മതി. പക്ഷേ അതൊരു കെണിയാണ്. പ്രേക്ഷകരെ പ്രതീക്ഷയുടെ കൊടുമുടിയിൽ എത്തിച്ചിട്ട് അവിടെ നിന്ന് താഴേക്ക് തള്ളിയിടാനുള്ളൊരു കെണി. താനോസിൻ്റെ വിരലുകൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന ആ ശബ്ദം, ആ സ്നാപ്പ്, അതൊരു വലിയ സ്ഫോടനമായിരുന്നില്ല, ഒരു വെള്ളി വെളിച്ചം മാത്രം. പിന്നെ സംഭവിച്ചത് നിശബ്ദതയാണ്. സംഗീതം നിലച്ചു, ശബ്ദങ്ങൾ നിലച്ചു, ബക്കി ബാൺസ് മണ്ണായി മാറുന്നു, വക്കാണ്ടയിലെ പടയാളികൾ ഓരോരുത്തരായി കാറ്റിൽ ലയിക്കുന്നു. ടൈറ്റാനിലെ ഡോക്ടർ സ്ട്രേഞ്ച് ടോണിയെ നോക്കി പറയുന്നു, വേറെ വഴിയില്ലായിരുന്നു ടോണി. പിന്നെ ആരും മറക്കാത്ത ആ നിമിഷം പീറ്റർ പാർക്കർ, മിസ്റ്റർ സ്റ്റാർക്ക് എനിക്ക് സുഖം തോന്നുന്നില്ല എന്ന് പറയുന്നു. തൻ്റെ കയ്യിലേക്ക് നോക്കി പേടിച്ച് ടോണിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് എനിക്ക് പോകണ്ട എന്ന് കരയുന്ന ആ 15 വയസ്സുകാരൻ. ടോണി സ്റ്റാർക്കിൻ്റെ കയ്യിലിരുന്ന് അവൻ മണ്ണായി മാറുമ്പോൾ ടോണിയുടെ മാത്രമല്ല, തിയേറ്ററിലിരിക്കുന്ന കോടിക്കണക്കിന് ആളുകളുടെ ഹൃദയമാണ് തകർന്നത്. ഇവിടെയാണ് മാർവലിൻ്റെ ബിസിനസ് ധൈര്യം നമ്മൾ സമ്മതിക്കേണ്ടത്. ബ്ലാക്ക് പാന്തർ റിലീസായിട്ട് 3 മാസമേ ആയിട്ടുള്ളൂ. $1.3 ബില്യൺ നേടിയ ഹീറോയെ അവർ കൊന്നുകളഞ്ഞു. സ്പൈഡർമാൻ സോണിയുടെ ഏറ്റവും വലിയ അസറ്റാണ്, അവനെയും കൊന്നു. ഡോക്ടർ സ്ട്രേഞ്ച്, ഗാർഡിയൻസ്, അങ്ങനെ ഭാവിയിലെ സീക്വലുകൾ വരാനുള്ള എല്ലാവരെയും അവർ ഇല്ലാതാക്കി. ബാക്കി വെച്ചത് ഒറിജിനൽ അവഞ്ചേഴ്സിനെ മാത്രം. പക്ഷേ 5Gക്ക് അറിയാമായിരുന്നു അതൊരു ക്ലിഫ് ഹാങ്ങർ ആണെന്ന്. ബാഹുബലിയിൽ കട്ടപ്പ എന്തിന് ബാഹുബലിയെ കൊന്നു എന്ന് ചോദിച്ചതുപോലെ അടുത്ത 1 വർഷം മുഴുവൻ ലോകം ചർച്ച ചെയ്യാൻ പോകുന്നത് ഇതായിരിക്കും. സിനിമ അവസാനിക്കുന്നത് ഹീറോകളുടെ മുഖത്തല്ല, താനോസിൻ്റെ മുഖത്താണ്. ഒരു കുടിലിലിരുന്ന് ഉദിച്ചുയരുന്ന സൂര്യനെ വളരെ ശാന്തതയോടെ നോക്കി അയാൾ പുഞ്ചിരിക്കുന്നു. സ്ക്രീനിൽ എഴുതി കാണിക്കുന്നു, താനോസ് വിൽ റിട്ടേൺ. സാധാരണ അവഞ്ചേഴ്സ് വിൽ റിട്ടേൺ എന്ന് എഴുതി കാണിക്കേണ്ടിടത്താണ് വില്ലൻ്റെ പേര് എഴുതി കാണിച്ച ഒരു ധൈര്യം. അതാണ് ഇൻഫിനിറ്റി വാർ. ഈ രഹസ്യ സ്വഭാവം ഇൻഫിനിറ്റി വാറിനെ വെറും ഒരു സിനിമ എന്നതിലുപരി ഒരു കൾച്ചറൽ ഈവൻ്റ് ആക്കി മാറ്റി. ആ ഒരു ആകാംക്ഷയാണ് $2 ബില്യൺ എന്ന മാന്ത്രിക സംഖ്യയിൽ അവരെ എത്തിച്ചത്. 2018 അവസാനിക്കുമ്പോൾ പ്രപഞ്ചത്തിൻ്റെ പകുതി ജീവൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ടോണി സ്റ്റാർക്ക് ആകാശത്ത് അലയുന്നു, അവഞ്ചേഴ്സ് തകർന്നു. പ്രേക്ഷകർ തിയേറ്റർ വിട്ടിറങ്ങിയത് കൈയടിച്ചുകൊണ്ടല്ല, മറിച്ച് സൈലൻ്റ് ആയിട്ടാണ്. ആ നിശബ്ദതയായിരുന്നു മാർവലിൻ്റെ പ്രോഡക്റ്റ്. അവർ വിറ്റത് വിജയമായിരുന്നില്ല, അവർ വിറ്റത് ശൂന്യതയാണ്, വാക്കുമാണ്. ആ ശൂന്യതയിൽ നിന്നാണ് അടുത്ത ഭാഗത്തിനുള്ള വിശപ്പുണ്ടാകുന്നത്. 14 ദശലക്ഷത്തിൽ പരം പരാജയ സാധ്യതകൾക്ക് മുന്നിൽ ഒരേ ഒരു വിജയത്തിൻ്റെ പാത മാത്രം ബാക്കി. സമയം പോലും തകർത്തെറിയപ്പെടേണ്ടി വന്നേക്കാം. അടുത്ത അധ്യായം ഒരു തുടർച്ചയല്ല, അതൊരു വിട പറയലാണ്. നമ്മുടെ സീരീസിൻ്റെയും മാർവലിൻ്റെയും ഒരു വലിയ സ്റ്റോറിയുടെയും. മാർവൽ തകർത്തെറിഞ്ഞ ആ യന്ത്രത്തെ അവസാനമായി ഒന്നുകൂടി കൂട്ടിച്ചേർക്കേണ്ടി വരും. കാത്തിരിക്കുക, എൻഡ് ഗെയിം ഇവിടെ ആരംഭിക്കുകയാണ്.